ഉത്തരകാണ്ഡം പൊതുവെ നമുക്കത്ര പരിചയമുള്ള ഒന്നല്ല. എല്ലാവർക്കും എന്ന് പറയുന്നില്ല, ഒരു സാമാന്യമായിട്ട്. അതിനെന്താണ് കാരണം എന്ന് ചോദിച്ചാൽ പല കാരണങ്ങളുണ്ട്. ഏറ്റവും പ്രധാനമായിട്ടുള്ളത് നമുക്ക് ദുഃഖപര്യവസായിയായിട്ടുള്ളതൊന്നും ഓർക്കാനൊന്നും വലിയ താല്പര്യമൊന്നുമില്ല. ഉത്തരകാണ്ഡത്തിൽ പ്രധാനമായും ലക്ഷ്മണന്റെ വിയോഗം, സീതാദേവിയുടെ പരിത്യാഗം, അതുപോലെ തന്നെ പിന്നീട് ശ്രീരാമനും അയോധ്യ നിവാസികളും എല്ലാം സൈനികരുടെ ശരീരം ഉപേക്ഷിക്കുന്ന രംഗമാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, സൗകര്യപ്രദമായിട്ട് നമ്മൾ ആ പട്ടാഭിഷേകമൊക്കെ വായിച്ചതിന് നിർത്തുന്നു. ഇതിനൊക്കെ ഒരു വലിയ പ്രശ്നമുണ്ട്. രാമായണത്തിലെ പല ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം നമുക്ക് ഉത്തരകാണ്ഡത്തിൽ നിന്നാണ് ലഭിക്കുക. അത് പലപ്പോഴും നമ്മൾ മനസ്സിലാക്കുന്നില്ല. ആ ഉത്തരകാണ്ഡം വളരെ വിശദമായിട്ട് വായിച്ചാൽ പലതിനും മറുപടി കിട്ടും. അതുകൊണ്ട് ഞാൻ ഈ ഏരിയയിലേക്ക് എല്ലാവരോടും അഭ്യർത്ഥിക്കാറുണ്ട്, ഈ രാമായണം രാമായണ മാസം ആകുമ്പോഴേക്കും 1-ാം തീയതി തൊട്ട് 31 ദിവസമാണെങ്കിൽ ആ 31 ദിവസം കൊണ്ട് വളരെ പെട്ടെന്ന് വായിച്ചു തീർക്കും, അല്ലേ? പക്ഷേ പദ്യമായതുകൊണ്ട് നമുക്ക് അത്രമാത്രം കൃത്യമായിട്ട് അതിൻ്റെ അർത്ഥം മനസ്സിലാവുന്നുണ്ടോ എന്നുള്ളത് ഉറപ്പില്ല. പദ്യമായതുകൊണ്ട് നമ്മളത് വായിച്ചു വരും. ഒരു 10-15 ദിവസം കഴിയുമ്പോൾ ഓരോരുത്തരുടെ രാമനും ഓരോ അവസ്ഥയിലായിരിക്കും. ചിലരുടെ നാട്ടിലേക്ക് പോയിട്ടേ ഉണ്ടായിരിക്കും, ചിലരുടെ വിരാമം വധിച്ച് കാണും, ഓരോ നിലകളിലായിരിക്കും. ചിലരുടെ യുദ്ധം തുടങ്ങി കാണും. എന്താണെങ്കിലും കർക്കിടക മാസം തീരാറാകുമ്പോൾ നമ്മൾ ഓടിച്ചിട്ട് രാവണനെ വധിക്കും. പക്ഷേ പാൽപ്പായസം മടമടാന്ന് കുടിച്ചിട്ട് കാര്യമില്ല, നോഞ്ഞ് കുടിക്കണം. അതുകൊണ്ട് ഞാനിപ്പോൾ എല്ലായിടത്തും ഒരു അഭ്യർത്ഥന വയ്ക്കാറുണ്ട്, ഈ കർക്കിടക മാസത്തിൽ തന്നെ രാമായണം വായിച്ചു കൊള്ളണമെന്ന് അങ്ങനെ നിർബന്ധമൊന്നുമില്ല. അതുകൊണ്ട് നമ്മൾ എന്തിനാണ് രാമായണം വായിക്കുന്നത്? രാമായണം നമ്മുടെ ഉള്ളിലേക്ക് പ്രവേശിക്കാനാണ്. അതുകൊണ്ട് ഈ ചിഹ്നം ഒന്ന് ഒരു മാറ്റം വരുത്തിക്കോളൂ, കുഴപ്പമൊന്നുമില്ല. ഗദ്യമായിട്ടുള്ള രാമായണം വായിക്കുക. ഇനി അതല്ല, ചിലപ്പോൾ നിങ്ങളുടെ ഇരിക്കുന്ന രാമായണത്തിൻ്റെ പദ്യത്തിൻ്റെ വലതുവശത്ത് ഗദ്യവും കാണും. ഗദ്യമായിട്ടും പദ്യമായിട്ട് രാമായണം വായിക്കാം. പദ്യമായിട്ട് വായിച്ചാൽ മാത്രമേ അത് രാമായണമാകൂ എന്നില്ല. ഒരു ഉദാഹരണം പറയാം. ഭഗവാൻ അർജുനന് ഭഗവത്ഗീത ഉപദേശിച്ചു കൊടുത്തത് ഗദ്യമായിട്ടാണോ പദ്യമായിട്ടാണോ? കുരുക്ഷേത്ര യുദ്ധഭൂമി പദ്യം, ഗദ്യം. ഭഗവാൻ കുരുക്ഷേത്ര ഭൂമി ഗദ്യമായിട്ടാണ് പറഞ്ഞു കൊടുത്തത്. പിന്നീട് മഹാഭാരതം രചിച്ചപ്പോൾ, മഹാഭാരതം എന്ത് രൂപത്തിലാണ് വ്യാസഭഗവാൻ എഴുതിയത്? പദ്യരൂപത്തിലാണ് എഴുതിയത്, അല്ലേ? ആ മഹാഭാരതത്തിൽ ഈ ഗീതോപദേശം ഉൾക്കൊള്ളിച്ചപ്പോൾ അദ്ദേഹമാണ് പദ്യരൂപത്തിലാക്കിയത്. പക്ഷേ നമുക്ക് ഭഗവത്ഗീത എന്ന് പറഞ്ഞാൽ എന്താണ്? പദ്യമാണ്. പക്ഷെ അതേ പദ്യം, അതേ ഗദ്യം അല്ല, അതേ പദ്യം ശരിക്കും ഭഗവാൻ എങ്ങനെയാണ് പറഞ്ഞു കൊടുത്തത്? ഗദ്യമായിട്ടാണ്. അപ്പൊ അതുകൊണ്ട് ഗദ്യം വായിച്ചാലും പദ്യം വായിച്ചാലും എന്ത് തന്നെയാണ്? രാമായണം വായിച്ചതിന് തുല്യമാണ്. അപ്പൊ ചിഹ്നം ഒന്നിന് എന്ത് ചെയ്യണം? ചിഹ്നം ഒന്ന് തൊട്ട് ഒന്ന് രാമായണം വായിക്കാൻ തുടങ്ങുക. ഗദ്യം വായിച്ചാലും ഒരു ദിവസം ഒരു പാരഗ്രാഫ് വായിച്ചാലും മതി. ഇനി ഒന്നല്ല, നിങ്ങൾക്ക് കുറച്ചുകൂടി സമയം കഴിയും. ഗദ്യത്തിൽ ഒരു പ്രത്യേകതയുണ്ട്. പദ്യം വായിക്കുന്നത് കൊണ്ട് നമുക്ക് ഈ അർത്ഥം നന്നായിട്ട് മനസ്സിലാവും. അർത്ഥം നന്നായിട്ട് മനസ്സിലാവുമ്പോൾ നമുക്ക് എന്താണ്, എനിക്ക് അടുത്ത പാരഗ്രാഫിൽ കൂടെ ഒന്ന് വായിക്കാൻ തോന്നും. ഇതിന്റെ ബാക്കി എന്താണെന്ന് വരികൾക്കിടയിലൂടെ വായിക്കാൻ സാധിക്കും. ഇങ്ങനെ രാമായണം വായിച്ച് അടുത്ത കർക്കിടകം 31 ആവുമ്പോൾ സമർപ്പിക്കുക. ഉത്തരകാണ്ഡം ഉൾപ്പെടെ നമ്മളിവിടെ ക്വിസൊക്കെ നടത്താറുണ്ട്. പലപ്പോഴും രാമായണത്തിൽ എത്ര കാണ്ഡമുണ്ട് ചോദിക്കുമ്പോൾ നമ്മൾ ഉത്തരകാണ്ഡത്തിനെ പെടുത്താറില്ല. വാൽമീകി രാമായണത്തിൽ ഉത്തരകാണ്ഡം കൂടി ചേർത്തിട്ട് മാത്രമേ നമ്മൾ കാണ്ഡത്തിന്റെ എണ്ണം പറയൂ. വാൽമീകി രാമായണം എന്ന് പറഞ്ഞാൽ ഉത്തരകാണ്ഡവും കൂടെ ചേർന്നിട്ടാണ്, അതിനെ മാറ്റി നിർത്തിയിട്ടില്ല. ഒരൊറ്റ വ്യത്യാസമേ ഉള്ളൂ, രാവണന്റെ ജനനമൊക്കെ പിന്നീടാണ് ഫ്ലാഷ് ബാക്ക് പോലെ പറയുന്നത്. അത് ഉത്തരകാണ്ഡത്തിലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ രാമായണത്തിനെ ശരിക്കും മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഗദ്യമായിട്ടുള്ള രാമായണം വായിക്കണം. ഇനി അതിൽ തന്നെ വാൽമീകി രാമായണം 24,000
കുറയ്ക്കുമ്പോൾ എന്തുമാത്രം ആശയങ്ങൾ വിട്ടു കളഞ്ഞിട്ടുണ്ടായിരിക്കണം. നമ്മൾ കൂടുതൽ ആശ്രയിക്കുന്നത് കിളിപ്പാട്ടിനെയാണ്. ഒരിക്കലും മോശമാണെന്നല്ല. പക്ഷേ ഈ 24,000 4,000 ആയപ്പോൾ ആശയങ്ങൾ പലതും ഒഴിവാക്കേണ്ടി വന്നു. അതുകൊണ്ടാണ് രാമായണത്തിൽ നമുക്ക് എന്നും സംശയങ്ങളുള്ളത്. ഈ സംശയങ്ങൾ മാറണമെങ്കിൽ വാൽമീകി രാമായണം വായിക്കണം. ആ 24,000 ശ്ലോകങ്ങളുടെ ഗദ്യം പലരും ഇറക്കിയിട്ടുണ്ട്. ഡോക്ടർ ലീലാവതി ടീച്ചർ ഉൾപ്പെടെ ഇറക്കിയിട്ടുണ്ട്. അത് എന്ന് നമുക്കൊരു മുതൽക്കൂട്ടാണ്. അത് വായിച്ചാൽ നമുക്ക് കൃത്യമായിട്ടും രാമായണത്തിൽ വിട്ടുപോയിരിക്കുന്ന ഭാഗങ്ങൾ, നമ്മുടെ സംശയങ്ങളുമെല്ലാം നമുക്ക് പൂരിപ്പിക്കാൻ സാധിക്കും. അപ്പം അതുകൊണ്ട് തന്നെ ആദ്യമായിട്ടുള്ള ഒരു അഭ്യർത്ഥന, ഇനി അടുത്ത വർഷത്തേക്കുള്ള രാമായണമോ പാരായണമെന്ന് പറയുന്നത് ചിങ്ങം 1 തുടങ്ങി കർക്കിടകം 31 അവസാനിക്കുന്നത് പോലെ ഗദ്യം ഒന്ന് വായിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ രാമായണത്തെ നെഞ്ചോട് ചേർത്തു, രാമനെ നമ്മൾ ഉൾക്കൊണ്ടു എന്ന് പറയാൻ പറ്റില്ല. അല്ലാതെ നമ്മളിങ്ങനെ 31 ദിവസം വായിച്ചാൽ രാമായണത്തെ മനസ്സിലാക്കി എന്ന് പറയാൻ സാധിക്കില്ല. ഈ ഉത്തരകാണ്ഡത്തിലേക്ക് വരുമ്പോൾ രാമായണത്തിൽ നമുക്കറിയാം സർഗം എന്നാണ് പറയുന്നത്, അല്ലേ? മഹാഭാരതത്തിലാണെങ്കിൽ അർത്ഥങ്ങൾ പർവ്വങ്ങളാണ്. പിന്നെ ഈ സർഗത്തിനുള്ളിൽ കാണ്ഡങ്ങളുമുണ്ട് ധാരാളം. ഇതുപോലെ ഈ വാൽമീകി രാമായണത്തിൽ 111 സർഗങ്ങളിലായിട്ടാണ് ഉത്തരകാണ്ഡമുള്ളത്. ഇതിൽ 111ാമത്തെ സർഗം എന്ന് പറയുന്നതിൽ കൂടുതലായിട്ട് പറഞ്ഞിരിക്കുന്നത് ഫലശ്രുതിയാണ്. രാമായണം പാരായണം ചെയ്യുന്നത് കൊണ്ടുള്ള ഫലം എന്താണ്, ഇതാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. അതിൽ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു 3-4 കാര്യങ്ങൾ പറയാം. ഒന്ന് പറഞ്ഞിരിക്കുന്നത്, രാമായണം പാരായണം ചെയ്യുന്ന ആളിനെ നമ്മൾ എങ്ങനെ ബഹുമാനിക്കണം. അപ്പൊ നമ്മൾ രാവിലെ കർക്കിടക മാസമായി കഴിഞ്ഞാൽ രാവിലെ ക്ഷേത്രത്തിൽ തൊഴാൻ പോകും. ക്ഷേത്രത്തിൽ തൊഴാൻ പോകുമ്പോൾ അന്ന് തൊട്ട് എല്ലാ ക്ഷേത്രങ്ങളിലും മൈക്കില് നമുക്ക് രാമായണം കേൾക്കാൻ സാധിക്കും, അല്ലേ? പക്ഷെ നമുക്കിപ്പോൾ സ്ഥിരമായതുകൊണ്ടും ശീലമായതുകൊണ്ടും പലപ്പോഴും അവിടെ ഇരുന്ന് വായിക്കുന്ന ആളിനെ നമ്മളത്ര ശ്രദ്ധിക്കാറൊന്നുമില്ല. അവര് രാവിലെ തൊട്ട് വായിക്കും, ഇടയ്ക്ക് ഒരാൾ എഴുന്നേറ്റ് പോകും, അടുത്തയാൾ ഒന്ന് വായിക്കും. അവരവിടെ ഇങ്ങനെ ജോലി ചെയ്തുകൊണ്ടേയിരിക്കുന്ന രീതി. പക്ഷേ വാൽമീകി മഹർഷി പറയുന്നു, ഈ രാമായണം പാരായണം ചെയ്യുന്ന ആളിനെ എങ്ങനെ ബഹുമാനിക്കണം. അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്, അദ്ദേഹത്തിന് സ്വർണവും വെള്ളിയും വസ്ത്രങ്ങളും ഇനി അത്രയൊന്നും കൊടുത്തില്ലെങ്കിലും അദ്ദേഹത്തിന് സന്തോഷമാകുന്ന രീതിയിൽ അദ്ദേഹത്തെ ബഹുമാനിക്കണം. കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. കാരണം എന്താണ്, വേറെ എന്തൊക്കെ വായിക്കാം, അല്ലേ? കാൾമാർക്സിന്റെ ചെറുതൊക്കെ വായിക്കത്തില്ലേ? പക്ഷെ അതിന് പകരം എന്താണ്, പൂർവ്വജന്മ സുഹൃതം കാരണം അതിന് എന്താണ് വായിക്കുന്നത്? രാമായണമാണ് വായിക്കുന്നത്. രാമായണം വായിച്ചാൽ അന്തരീക്ഷം കൂടെ പരിശുദ്ധമാവും. അതിനായിട്ട് സമയം കണ്ടെത്തുന്ന ഒരാളെ വളരെ ബഹുമാനിച്ച് വസ്ത്രമൊക്കെ കൊടുത്ത് ദക്ഷിണ കൊടുത്ത് നമസ്കരിക്കണം. അദ്ദേഹം സന്തുഷ്ടനായാൽ ദേവന്മാരെല്ലാം സന്തുഷ്ടരായിട്ട് മാറും. അപ്പം അതുകൊണ്ട് തന്നെ ഇനിയാണെങ്കിലും നമ്മൾ ക്ഷേത്രത്തിൽ പോകുമ്പോൾ അവിടെ ഒരാൾ വായിക്കുന്നുണ്ടെങ്കിൽ മനസ്സുകൊണ്ടെങ്കിലും അദ്ദേഹത്തെ നമ്മളൊന്ന് നമസ്കരിക്കണം. ഇങ്ങനെയുള്ള വളരെ ചെറിയ 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 കാര്യങ്ങൾ രാമായണത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അത് ഈ വർഷം വളരെ വ്യക്തമായിട്ടാണ് ഈ രാമായണം പാരായണം ചെയ്യുന്ന ആളിനെ നമ്മളെങ്ങനെ കാണണം എന്ന് പറഞ്ഞിരിക്കുന്നത്. മറ്റൊന്ന്, നമ്മൾ സാധാരണ മരിച്ച വീടുകളിൽ ചെല്ലുമ്പോൾ അവിടെ രാമായണം പാരായണം ചെയ്യുന്നത് കാണാം. അപ്പൊ എല്ലാവരും ചോദിക്കും, ഈ രാമായണം മാത്രം എന്തുകൊണ്ട് മരിച്ച വീട്ടിൽ പാരായണം ചെയ്യുന്നത്, വേറെ എന്തെങ്കിലുമൊക്കെ പാരായണം ചെയ്തുകൂടെ എന്ന് ചോദിക്കാറുണ്ട്. അങ്ങനെ പലരും പാരായണം ചെയ്യുന്നതിന് തെറ്റൊന്നുമില്ല. പക്ഷേ വളരെ പ്രത്യേകമായിട്ട് രാമായണം പാരായണം ചെയ്യുന്നതിന് ഒരു കാര്യമുണ്ട്. അതിന് കാരണം രാമായണത്തിന്റെ ഫലശ്രുതി ഇങ്ങനെ ചെയ്യുന്നത് ഉത്തമമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. രാമായണത്തിന്റെ ഫലശ്രുതിയിൽ പറഞ്ഞിരിക്കുകയാണ്, ശ്രാദ്ധ ദിനങ്ങളിൽ രാമായണം പാരായണം ചെയ്യും. ഇപ്പൊ ഇവിടെ ചെറുക്കെങ്കിലും അറിയാം, കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് എൻ്റെ അച്ഛൻ മരിച്ചത്. അപ്പൊ ഞങ്ങൾക്ക് 13 ദിവസത്തെ ചടങ്ങാണ്. അപ്പൊ 30-ാം തീയതി 13-ാം ദിവസത്തിന്റെ ചടങ്ങാണ്. അപ്പൊ അതില് 12 ദിവസമാണ് പുനഃപാരായണം എഴുതാനുള്ള ചടങ്ങുകൾ. ഈ 12 ദിവസം കഴിഞ്ഞ് 13-ാം ദിവസം നടക്കുന്ന ചടങ്ങ് എന്ന് പറഞ്ഞാൽ നവഗ്രഹ ഹോമമുണ്ട്, ഗ്രഹശാന്തി ഹോമമുണ്ട്, ശുഭസ്വീകാരം എന്ന് പറയുന്ന ഒരു ചടങ്ങുണ്ട്. ഇത് 3 നമുക്ക് നടക്കുന്നത്.
ദർശനത്തിനായിട്ട് പോവുകയാണ്. അപ്പൊ അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം, ഈ 12-ാം ദിവസം എല്ലാവരുടെയും ചടങ്ങുകൾ എങ്ങനെയാണെന്ന് അറിയില്ല. അപ്പൊ ഞങ്ങളുടെ തമിഴ് ബ്രാഹ്മണ സമ്പ്രദായത്തിലാണ് നമുക്ക് ഓരോ ദിവസം ഈ 13 ദിവസത്തിന് 12, പ്രത്യേകിച്ച് 10 ദിവസം 10 ദിവസവും നമ്മൾക്ക് തർപ്പണം ചെയ്യണം, നമ്മുടെ പിണ്ഡം സമർപ്പിക്കും. അതെന്താണെന്ന് വെച്ചാൽ ഈ 10 ദിവസവും ഈ ആത്മാവ് നമ്മളുടെ അവിടെ തന്നെയുണ്ട്. ഞങ്ങൾക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ വീട്ടിൽ ശാന്തമായ ഒരു സ്ഥലത്ത് ഒരു ചട്ടിയിൽ മണ്ണിട്ട് അതിൽ ആണ് ഈ, അതായത് സൂക്ഷ്മമാണ്, കാണാൻ പാടില്ലാത്ത രീതിയിൽ നമ്മൾ ആത്മാവിനെ കാണാൻ പറ്റില്ലല്ലോ. അപ്പൊ അതിനെ ആവാഹിച്ച് ആണ് വെക്കുന്നത്. എല്ലാ ദിവസവും വൈകുന്നേരം എന്തെങ്കിലും ഒരു ഭക്ഷണമൊക്കെ കഴിക്കാനിരിക്കും. കാരണം ഈ 10 ദിവസവും തർപ്പണം ചെയ്ത് ഈ ആത്മാവ് പതുക്കെ ഇവിടുന്ന് വിട്ടുപോവുകയാണ്. പെട്ടെന്ന് അതിന് വിട്ടുപോകാൻ പറ്റില്ല, അല്ലേ? വളരെയധികം ഒട്ടലുണ്ട്. അപ്പൊ ഈ 10 ദിവസവും ശരിക്ക് ഇന്ന് ചടങ്ങുകളൊക്കെ എങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ 10 ദിവസത്തേക്ക് കൂടെ ചേർത്ത് 10-ാം ദിവസം ചെയ്യും. ശരിക്കും അങ്ങനെയല്ല. ഇത് ഓരോ ദിവസവും നമ്മൾ അവർക്ക് പിണ്ഡം സമർപ്പിക്കണം. ആ ഒരു ശ്രീരാമൻ ദശരഥന് പിണ്ഡം സമർപ്പിച്ച് ചെയ്തുന്നില്ലേ, അപ്പോൾ ഇവിടെ അതിന് പകരം ദശരഥൻ ചെയ്യും. അപ്പൊ എല്ലാ ദിവസവും അവർക്ക് ആഹാരം സമർപ്പിക്കണം. ഈ ആഹാരം സമർപ്പിച്ചിട്ട് പിന്നെ ഞങ്ങൾക്ക് അമാവാസിയും സംക്രമവും ഈ 10 ദിവസത്തിനുള്ളിൽ വന്നാൽ 10 ദിവസത്തെ തർപ്പണവും അതിന് മുന്നിൽ തീർക്കണം. അങ്ങനെയാണ്. അപ്പൊ അത്രയും പിണ്ഡം നേരത്തെ സമർപ്പിക്കും. അങ്ങനെയൊക്കെ കുറച്ച് ചടങ്ങുണ്ട്. അപ്പൊ ഈ എല്ലാ ദിവസവും നമ്മൾ പിണ്ഡം സമർപ്പിച്ച് 10-ാം ദിവസം ബന്ധുജനങ്ങൾ, രക്തബന്ധമുള്ളവർ, അനിയൻ, ചേട്ടൻ, അങ്ങനെയുള്ളവരെല്ലാം ഒന്ന് പിണ്ഡം സമർപ്പിക്കും. 12-ാം ദിവസം ആകുമ്പോഴാണ് ഈ ആത്മാവിനെ നമ്മൾ പറഞ്ഞു വിടുന്നത്. ശൗര്യ ബ്രാഹ്മണനൊക്കെ വന്ന് പറഞ്ഞു വിടുന്നതെന്ന് പറയും. നമ്മൾ തിരിഞ്ഞു നോക്കരുതെന്ന് പറയും. അന്ന് സമർപ്പിക്കുന്ന മിക്ക ആഹാരങ്ങൾക്കും ഉപ്പൊന്നുമില്ല. കാരണം നല്ല സ്വാദിഷ്ടമായിട്ടുള്ള ഭക്ഷണമൊക്കെ കൊടുത്താൽ ഈ ആത്മാവിന് ഇവിടുന്ന് വിട്ടു പോകാൻ തോന്നില്ല. അപ്പൊ എന്താണ്, കുറച്ച് പച്ചരി ചോറും എള്ളും ഒക്കെ ഇട്ട് അങ്ങനെയാണ് ഇത് പോകുന്നത്. ഇതൊക്കെ വിശ്വസിക്കാമെന്ന് ചോദിച്ചാൽ സൂക്ഷ്മമായിട്ടുള്ള കാര്യങ്ങളാണ്. നേരെ മറിച്ച് ഈ ടിവിക്ക് റിമോട്ടിന് ഇടയ്ക്ക് എന്താണ് നടക്കുന്നതെന്ന് ചോദിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കില്ല. അത് വിശ്വസിക്കാം, അല്ലേ? നമ്മളുടെ ചിന്തകൾ അല്ലെങ്കിൽ സാറ്റലൈറ്റിലേക്കുള്ളത് ഇതൊന്നും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. ബുദ്ധി എന്താണെന്ന് നമുക്ക് ആരെങ്കിലും ബുദ്ധിയെ കണ്ടിട്ടുണ്ടോ? നമ്മുടെ ബുദ്ധിയെ കണ്ടിട്ടില്ല. എന്നാൽ ബുദ്ധി ഇല്ലാന്ന് പറഞ്ഞാൽ നമുക്കുണ്ടാകുന്ന ഫീലിങ്സ് എത്രമാത്രമാണ് ഭഗവാനെ. ഈ കണ്ടിട്ടില്ലാത്ത ബുദ്ധിയെ നമുക്ക് വിശ്വസിക്കാം, കണ്ടിട്ടില്ലാത്ത അഹങ്കാരത്തിനെ നമുക്ക് വിശ്വസിക്കാം. പക്ഷെ ഇത് പറഞ്ഞാൽ അത് വേറെ. അപ്പൊ ആചാര്യന്മാർ കൃത്യമായിട്ടുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ വാൽമീകി രാമായണം എടുത്ത് നോക്കിയാൽ മതി, ആ ശ്രാദ്ധ കർമ്മങ്ങളൊക്കെ എത്ര കൃത്യമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ 12-ാം ദിവസം ഈ ആഹാര വസ്തുക്കളൊക്കെ സമർപ്പിക്കും. ഇതിന്റെ വിശദമായിട്ടുള്ളത് ഗരുഡ പുരാണത്തിൽ കാണാൻ സാധിക്കും. ഗരുഡ പുരാണം ഈ സമയത്ത് വായിക്കണം എന്നാണ് പറയുന്നത്. അപ്പൊ ഗരുഡ പുരാണത്തിൽ പറയും, അന്നത്തെ ദിവസം ധാരാളം ഭക്ഷണ സാധനങ്ങൾ ഇല്ലാക്കുന്നുണ്ട്. ഇതിനൊന്നും ഉപ്പൊന്നുമില്ല. അന്ന് യമധർമ്മരാജനെ കൂടെ വിളിച്ചു വരുത്തും. യമരാജനെ കൂടെ വിളിച്ചു വരുത്തി യമരാജനും കൂടെ ഇതെല്ലാം കഴിച്ച് യമരാജ് മുന്നിൽ ആദ്യം കാളയുടെ വാലിൽ കെട്ടി വിടുന്നതാണെന്നുള്ള സങ്കല്പത്തിലാണ് ആത്മാവിനെ വിടുന്നത്. മന്ത്രം വരെയിട്ട് ഈ ആത്മാവ് പോകുന്ന വഴിക്ക് പറഞ്ഞു വിടും. അവിടെ ബ്രാഹ്മണരോ അല്ലെങ്കിൽ അമ്പലത്തിൽ പോകാനുള്ളവരൊക്കെ കുളിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടായിരിക്കും. അവരെ ഒന്നും സ്പർശിക്കാതെ പൊയ്ക്കോളൂ എന്ന് പറഞ്ഞ് നിർദ്ദേശം വരെ കൊടുത്തിട്ടാണ് വിടുന്നത്. ഈ ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് 13-ാം ദിവസം, അപ്പൊ 12-ാം ദിവസം നമ്മൾ ഈ ആത്മാവിനെ ഇവിടുന്ന് പറഞ്ഞു വിട്ടു. ആ ആത്മാവ് ഈ ജന്മത്തിലും കഴിഞ്ഞ ജന്മങ്ങളിലും ചെയ്ത കർമ്മത്തിനനുസൃതമായിട്ടുള്ള ഒരു ലോകത്തിലേക്കുള്ള യാത്രയാണ്. അതെവിടേക്കാണെന്ന് നമുക്കറിയില്ല. നമ്മൾ ഈ തീർത്ഥയാത്രയൊക്കെ പോകുന്നത് പോലെയാണ്. അത് എവിടെയാണ് നമ്മുടെ ബുക്ക് എടുത്ത് നോക്കും. നമ്മുടെ ബുക്ക് എടുത്ത് നോക്കിയിട്ട് കയ്യിരിപ്പ് എങ്ങനെയാണോ അതിനനുസരിച്ചുള്ള ലോകത്തിലേക്ക് നമ്മളെ അലോട്ട് ചെയ്യും, അല്ലെ? അതിനനുസരിച്ച് നമ്മൾ പോകും. ഈ യാത്ര 1 വർഷം നീണ്ടു നിൽക്കും. ആ പിതൃ ലോകത്തിൽ എത്തണമെങ്കിൽ 1 വർഷം എടുക്കും. ഇവിടെ നിന്ന് വിട്ട് കഴിഞ്ഞാൽ പിന്നെ കാലം മാറും. ഈ ആത്മാവ് വളരെ വേഗത്തിൽ സഞ്ചരിക്കും. അപ്പൊ എന്താണ്, അവരുടെ 1 ദിവസം എന്ന് പറയുന്നത് നമ്മളുടെ 1 മാസമാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ഇവർക്ക് എല്ലാ ദിവസവും ഭക്ഷണം വേണ്ടേ? അതുകൊണ്ട് നമ്മൾ
എല്ലാ മാസവും ആദ്യത്തെ ഒരു വർഷമെങ്കിലും എല്ലാ മാസവും ആ ദിവസം തർപ്പണം ചെയ്യും, പിണ്ഡം സമർപ്പിക്കും. ആ ഒരു വർഷം മകന് ദീക്ഷയാണ്, മകന് വ്രതകാലമാണ്. പുത്രന്റെ നിർവചനം എന്താണ് അല്ലേ? ആ ഒരു ഈ ലോകത്തിൽ നിന്നും പിതാവിനെ പ്രാണനം ചെയ്യിക്കുന്നവരാണ് പുത്രൻ. പുത്രന്റെ ഏറ്റവും വലിയ കടമയാണ് പിതാവിനെ അവിടെ കൊണ്ട് എത്തിക്കുക എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ ഈ തർപ്പണമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ 3 തലമുറയാണ് പറയുന്നത് അല്ലേ? മന്ത്രമൊക്കെ ചൊല്ലുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് അറിയില്ല. ഇപ്പൊ എന്റെ ആണെങ്കിൽ എന്റെ അച്ഛന്റെ പേര്, അച്ഛന്റെ അച്ഛന്റെ പേര്, അദ്ദേഹത്തിന്റെ അച്ഛന്റെ പേര്. അപ്പൊ ഇത്രയും കാലം അങ്ങനെയല്ലായിരുന്നു. ഇത്രയും കാലം മുത്തശ്ശന്റെ പേര്, മുത്തശ്ശന്റെ അച്ഛൻ, അദ്ദേഹത്തിന്റെ അച്ഛന്റെ പേര് വെച്ചിട്ടാണ് എന്റെ അച്ഛൻ തർപ്പണം ചെയ്തുകൊണ്ടിരുന്നത്. എപ്പോഴും 3 തലമുറയാണ്. എന്റെ അച്ഛൻ ഈ ഗ്രൂപ്പിൽ ചേർന്നപ്പോൾ ഏറ്റവും മുകളിലുള്ളയാൾക്ക് മോക്ഷം ലഭിക്കും. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? അദ്ദേഹത്തിന് മോക്ഷം ലഭിക്കും. പിന്നെ നമ്മൾ അടുത്ത 3 തലമുറയാണ് സ്മരിക്കുക. ഇതൊക്കെ വളരെ വ്യക്തമായിട്ട് നമ്മുടെ ഗ്രന്ഥങ്ങളിൽ, ശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. ഇതിന് ശേഷം ഈ ഒരു വർഷം മകൻ ദീക്ഷ എടുത്ത് എല്ലാ മാസവും ഈ തർപ്പണം എല്ലാം ചെയ്ത്, കാരണം ആ സമയം വേറെ ഒന്നിലും ശ്രദ്ധിക്കാതെ ആ പിതാവിന് വേണ്ടി ജീവിച്ച് ദീക്ഷ എടുത്ത് ക്ഷേത്രങ്ങളിൽ ഒന്നും പോകാതെ ഇരുന്ന്, അതുകൊണ്ട് പൊതുവെ പറയും ആ സമയത്ത് പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കേണ്ട, പറ്റുന്ന പോലെയൊക്കെ എല്ലാവരും ചെയ്യും, ജോലിക്ക് പോകാതിരിക്കാനൊന്നും പറ്റില്ലല്ലോ. ഒരു വർഷം കൊണ്ട് പോകും. ഇത് 13-ാം ദിവസം നവഗ്രഹ ഹോമമാണ്. നവഗ്രഹ ഹോമം എങ്ങനെയാന്ന് വെച്ചാൽ അന്നൊരു സന്തോഷകരമായിട്ടുള്ള ദിവസമാണ്. പൊതുവെ നമ്മൾ പറയും മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ അധികം കരയൊന്നും ചെയ്യരുത്, കാരണം ആത്മാവ് ശരീരത്തിൽ നിന്ന് വിട്ട് നല്ലൊരു ലോകത്തേക്ക് പോവുകയാണെന്ന് നമ്മൾ പറയും. ഇവിടെ എന്താണെന്ന് വെച്ചാൽ 13-ാം ദിവസം നവഗ്രഹ ഹോമം നടത്തുമ്പോൾ ഈ ഗ്രഹങ്ങളുടെ എല്ലാം അനുഗ്രഹം നമ്മൾ വാങ്ങിക്കുകയാണ്. എന്തിനാണെന്ന് വെച്ചാൽ ചിലപ്പോൾ നമ്മൾ ഒരു കല്യാണം എല്ലാം ഉറപ്പിച്ചു വെച്ചിട്ടുണ്ടായിരിക്കും, ചിലപ്പോൾ എന്തെങ്കിലും ഒരു ഉപനയനം എല്ലാം ഉറപ്പിച്ചു വെച്ചിട്ടുണ്ടായിരിക്കും. അതിനിടയിലായിരിക്കും ഈ മരണം സംഭവിക്കുന്നത്. അപ്പൊ എന്താണ്, ആ കല്യാണത്തിനായിട്ട് നമുക്ക് ചിലപ്പോൾ ഒരു ക്ഷേത്രത്തിന് അത്യാവശ്യമായിട്ട് പോകേണ്ടി വരും. ഇനി കുടുംബത്തിന് കല്യാണമൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മംഗളകർമ്മം നടത്തേണ്ടി വരും. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നടത്താനുള്ള ഒരു അനുവാദം ചോദിക്കലും കൂടിയാണ് ഈ നവഗ്രഹ ഹോമം കൊണ്ട് നടക്കുന്നത്. പിന്നെ എന്താണ് ഗ്രഹശാന്തി ഹോമം. കാരണം ആ ശരീരം എവിടെയൊക്കെ നമ്മൾ കിടത്തിയോ അവിടെ എല്ലാം ഗ്രഹശാന്തി ഹോമം ചെയ്യണം. അവിടെയുള്ള എന്തെങ്കിലും ആ നെഗറ്റീവ് എനർജിയൊക്കെ കളഞ്ഞ് അവിടെ ശാന്തി ഉണ്ടാക്കാനായിട്ടുള്ള ഒരു ഗ്രഹശാന്തി ഹോമം നമ്മൾ ചെയ്യും. അത് കഴിഞ്ഞിട്ടാണ് ഈ ഞങ്ങൾക്കൊക്കെ പറയുന്ന ശുഭ സ്വീകാരം എന്ന് പറയും. ശുഭ സ്വീകാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ഈ കുടുംബത്തിലുള്ള എല്ലാവർക്കും, അതായത് എൻ്റെ സഹോദരന്റെ ഭാര്യയുടെ അച്ഛനും അമ്മയും സ്വർണ്ണ മോതിരം ഇടണം. അതെന്തിനാന്ന് വെച്ചാൽ കൊള്ളി വെച്ച കൈക്ക് സ്വർണ്ണം ഇടുക എന്ന് പറയും. കാരണം കൊള്ളി വെച്ച കൈയല്ലേ, ആ കൈയെ സ്വർണ്ണമാണ് ഏറ്റവും പവിത്രമായിട്ടുള്ള ലോഹങ്ങളിൽ നിന്ന്. ഗുരുവായൂർ അമ്പലത്തില് അകത്ത് പൂജാപാത്രങ്ങളൊക്കെ എന്താണ് ഉണ്ണിക്കണ്ണന് സ്വർണ്ണമാണ് അല്ലേ? അപ്പോൾ നമ്മൾ നാവിൽ എഴുതിയിരിക്കുന്നതും സ്വർണ്ണമാണ്. അപ്പോ ഈ സ്വർണം എന്ന് പറഞ്ഞാൽ വളരെ പവിത്രമായിട്ടുള്ള ശുദ്ധി കൊടുക്കുന്ന ഒരു ലോഹമാണ്. അതിൻ്റെ മാനമൊക്കെ ഇന്ന് മാറി. ഇന്നത് വളരെയധികം എന്താ പറയുക, നമ്മളുടെ വലിപ്പം കാണിക്കാനൊക്കെ ഇട്ടുകൊണ്ട് നടക്കുന്ന ഒരു സാധനമായിട്ട് മാറി എന്നുള്ളതാണ്. അങ്ങനെയല്ല, സ്വർണത്തിന് വളരെ ആ ഒരു പവിത്രത ഉണ്ട് ശരിക്കും പറഞ്ഞാൽ. അപ്പൊ ഈ ആ കയ്യില് സ്വർണ്ണ മോതിരം ഇട്ട് ആ കൊള്ളി വെച്ച കയ്യെ പവിത്രമാക്കുക എന്ന് പറയുന്ന ഒരു ചടങ്ങുണ്ട്. അത് കഴിഞ്ഞാൽ കുടുംബത്തിലുള്ള എല്ലാവർക്കും പുതിയ വസ്ത്രം എടുക്കും. ഈ വസ്ത്രം എടുക്കുന്ന എന്തിനാണെന്ന് വെച്ചാൽ എല്ലാവർക്കും മനസ്സൊക്കെ ഒന്ന് മാറി സന്തോഷമായിട്ട് അവർക്ക് സന്തോഷിക്കാനുള്ള സാധനങ്ങളൊക്കെ കൊടുക്കുക. മരണം നടന്ന ഒരു വീടല്ലേ, അപ്പൊ അതിനെ സന്തോഷിപ്പിക്കാനുള്ള ഉടുപ്പുകൾ, വസ്ത്രങ്ങൾ എല്ലാം പോയി എടുക്കും. ഈ ശുഭസ്വീകാരം നടന്നു കഴിഞ്ഞാൽ രാമായണം വായിക്കും. എൻ്റെ വീട്ടിലും കഴിഞ്ഞ ദിവസം ആദ്യമായിട്ട് ഇതെല്ലാം കഴിഞ്ഞ് രാമായണം വായിച്ചു. അപ്പൊ പട്ടാഭിഷേകത്തിന്റെ ഭാഗമാണ് വായിക്കുന്നത്. ഇത് വായിച്ചത് എന്തുകൊണ്ടാണ്? അപ്പൊ എനിക്ക് മനസ്സിലായി കൃത്യമായിട്ട് ഈ ട്രഡീഷൻ എന്നും പിന്തുടരുന്നു. അതിന് കാരണം രാമായണത്തിന്റെ ഫലശ്രുതി 111
സ്വർഗത്തിൽ പറഞ്ഞിട്ടുണ്ട്, ശ്രാദ്ധ ദിനങ്ങളിൽ രാമായണം വായിക്കുന്നത് ഉചിതമാണ് എന്ന്. അതുകൊണ്ട് ഈ ഒരു പാരമ്പര്യമൊക്കെ നമ്മുടെ ആളുകൾ തുടരുന്നുണ്ടെങ്കിൽ അതിലൊക്കെ വളരെയധികം കാര്യമുണ്ട്. വാൽമീകി മഹർഷി വെറുതെ പറയില്ലല്ലോ. ഇനി അടുത്തത്, ചില ആളുകൾ മരിച്ചു കഴിഞ്ഞാൽ ഈ മരണം തന്നെ പറഞ്ഞ പേരൊന്നുമില്ലല്ലോ, അല്ലേ, വിഷമമൊന്നുമില്ലല്ലോ. ചില ആളുകൾ മരിച്ചു കഴിഞ്ഞാൽ അവരുടെ ശരീരം പെട്ടെന്ന് കറുത്തു വല്ലാതെ ഇരുണ്ടിരിക്കുന്നത് കാണാൻ സാധിക്കും. പക്ഷെ ഇത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമല്ല. അതുകൊണ്ടാണ് ചിലരുടെ വളരെയധികം തേജസ്സുള്ളതായിട്ട് മാറും, വളരെയധികം പ്രഭ ഉള്ളതുപോലെ തോന്നും, പണ്ടുള്ളതിലും വളരെ ചൈതന്യമായിട്ടായിട്ട് കിടക്കുന്നത് കാണും. ഇത് തമ്മിലുള്ള ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ രാമായണം നോക്കിയാൽ വാൽമീകി രാമായണത്തിൽ ഇതിനെ സൂചിപ്പിക്കുന്ന പല രംഗങ്ങളുമുണ്ട്. നമ്മൾ ഈ വരികൾക്കിടയിലൂടെ വായിക്കുക എന്ന് പറയില്ലേ, അങ്ങനെ വായിക്കണം. ലക്ഷ്മണസ്വാമി സരയൂ നദിയിലെ ശരീരം ത്യജിക്കുന്ന ഒരു രംഗമുണ്ട്, അറിയാമല്ലോ. ദുർവാസ മഹർഷി വരുന്നത് ആ രംഗങ്ങളൊന്നും പറയുന്നില്ല, രാമായണം എല്ലാ ദിവസവും വായിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. അപ്പോ ലക്ഷ്മണന് സത്യത്തെ ധർമ്മത്തെ പരിപാലിക്കുന്നതിനായിട്ട് ലക്ഷ്മണനെ ത്യജിക്കേണ്ടി വന്നു. ലക്ഷ്മണൻ എന്താണ് രാമ പറയുന്നതിനപ്പുറമൊന്നുമില്ല. തിരിച്ച് വീട്ടിൽ പോയി ആരോടും യാത്ര പറയാൻ പോലും നിന്നില്ല. കൊട്ടാരത്തിൽ നിന്ന് നേരെ സരയുവിലേക്കാണ് പോയി. രാമൻ പറഞ്ഞിടത്തുനിന്ന് നേരെ സരയുവിലേക്ക് പോയി. ആ സരയിൽ പോകുന്ന രംഗം വാൽമീകി രാമായണത്തിലും സ്കന്ദപുരാണത്തിലും വളരെ വിശദമായിട്ട് പറയുന്നുണ്ട്. അതിൽ പറയുന്നു, ആ ലക്ഷ്മണൻ സരയൂ നദിയിലേക്ക് പ്രവേശിക്കുമ്പോൾ മനുഷ്യർക്ക് കാണാത്ത രീതിയിൽ ഇന്ദ്ര ഭഗവാൻ അവിടെ വന്ന് കൈ പിടിച്ച് അദ്ദേഹത്തെ ആ ഉയർന്ന ലോകത്തിലേക്ക് കൊണ്ടുപോയി. ആരാണ് ശരിക്കും പറഞ്ഞാല് ലക്ഷ്മണൻ എന്ന് പറഞ്ഞാല് അനന്തനാണ്, അല്ലേ? അപ്പൊ ഒരാള് നമ്മള് വരുമ്പോൾ അദ്ദേഹത്തിന് ആദ്യം ചെയ്യുന്ന നമ്മൾ ഇരിക്കാനൊരു ഇരിപ്പിടം കൊടുക്കണം, അല്ലേ? അപ്പൊ ഞാനിവിടെ വന്ന് സ്റ്റേജിൽ വരുന്നതിന് മുമ്പ് എന്ത് ചെയ്തു? ആദ്യം എന്നെക്കാളും മുമ്പേ വരുന്നത് കസേരയാണ്, അല്ലേ? ആദ്യം തന്നെ കസേര കൊണ്ടിട്ടു. ഇപ്പൊ ഭഗവാന്റെ ഇരിപ്പിടാണ് ശരിക്കും പറഞ്ഞാൽ ലക്ഷ്മണൻ, അനന്തനല്ലേ? ശ്രീരാമൻ പോകുന്നതിന് മുമ്പ് ആദ്യത്തെ വണ്ടിക്ക് പോകുന്നത് ആരാ? ലക്ഷ്മണനാണ്. ശങ്കും ചക്രമൊക്കെ പിന്നെ പോയാൽ മതി. ലക്ഷ്മണൻ പക്ഷെ ആദ്യമേ പോയി തൽപ്പമൊക്കെ റെഡിയാക്കി വെക്കണം. അപ്പൊ പറയുകയാണ്, ആ ഇന്ദ്രദേവൻ സ്പർശിച്ചപ്പോഴേക്കും വളരെ പ്രഭ തൂക്കുന്ന തിളങ്ങുന്ന ഒരു ശരീരം സ്വീകരിച്ച് ലക്ഷ്മണൻ പോയി എന്ന് പറയുകയാണ്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ, പുണ്യാത്മാക്കൾ ശരീരം വിടുമ്പോൾ അവരുടെ ദേവന്മാർ വന്ന് വിമാനത്തിൽ വന്നവരെ സ്വർഗലോകത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും. നമ്മൾ വായിച്ചിട്ടില്ലേ ഇതൊക്കെ? ഈ ദേവന്മാരുടെ സ്പർശനം ലഭിക്കുന്നത് കൊണ്ടാണ് ഇവരുടെ ശരീരം പ്രഭാപൂരിതമായിട്ട് മാറുന്നത്. ഇത് നമുക്ക് ഇന്നും കാണാൻ സാധിക്കും. ഇതിന് ഞാൻ ഒരു ഉദാഹരണം പറയാം. ഭഗവാൻ സത്യസായി ബാബയുടെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്തനായിരുന്നു പ്രൊഫസർ കസ്തൂരി. ഈ കസ്തൂരി അദ്ദേഹം മരിക്കുന്നതിൻ്റെ ഒരു രംഗം നമുക്ക് പുസ്തകങ്ങളിൽ വായിക്കാൻ സാധിക്കും. കസ്തൂരി അദ്ദേഹം ആകാശവാണിയുടെ പേരൊക്കെ കൊടുത്ത അദ്ദേഹമാണ്, വലിയ പണ്ഡിതനാണ്. അപ്പൊ അദ്ദേഹം മരിക്കാറായി കിടക്കുന്ന സമയത്ത് ഭഗവാന് മനസ്സിലായി ഇദ്ദേഹം മരിക്കാറായിരുന്നു. ഇദ്ദേഹം കിടക്കുന്ന മുറിയിലേക്ക് ബാബ വരുന്നുണ്ട്. ബാബ വരുമ്പോൾ ശ്രദ്ധിച്ചെന്താന്ന് വെച്ചാൽ, വളരെ നിശബ്ദതയാണ് ആ മുറിയിൽ. പക്ഷേ ആ മുറിയിലൊരു ബാത്റൂം ഉണ്ട്, അറ്റാച്ച്ഡ് ബാത്റൂം. ആ ബാത്റൂമിൽ ഒരു പൈപ്പ് ഉണ്ട്. ആ പൈപ്പിൽ നിന്നും തുള്ളി തുള്ളിയായിട്ട് വെള്ളം ഇറ്റിച്ച് ബക്കറ്റിൽ വീഴുന്നുണ്ട്. അപ്പോൾ അതെന്താണ്? ഈ ശബ്ദം ഇങ്ങനെ കേൾക്കുകയാണ്. ബാബ ഉടൻ തന്നെ പറഞ്ഞു ആ പൈപ്പ് അടയ്ക്കാൻ പറഞ്ഞു. എന്നിട്ട് ബാബ തന്നെ ചെന്ന് ആ പൈപ്പ് അടച്ചു വെച്ചു. അത് കഴിഞ്ഞ് ബാബ പറഞ്ഞു, പുണ്യാത്മാക്കൾ ശരീരം വിടുമ്പോൾ നാമജപമല്ലാതെ മറ്റൊരു ശബ്ദവും കേൾക്കാൻ പാടില്ല. നമ്മൾ അവിടെ നിന്ന് നിലവിളിക്കുകയോ, ഒരു പക്ഷെ കുറച്ച് ചെറുപ്പക്കാരായിട്ടുള്ളവരൊക്കെ നമ്മൾ അടുത്തുകൂടി നിന്നാൽ നമ്മളെ കാണുമ്പോൾ പോലും ചിലപ്പോൾ അവർക്ക് മനസ്സ് പറഞ്ഞു, അല്ലേ? അവർക്ക് നമ്മളെ വിട്ടുപോകുകയാണല്ലോ എന്നുള്ള വേദന ചിലപ്പോൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആരെങ്കിലും മരിക്കുന്ന സമയത്ത് നിങ്ങൾ ആ സമയത്ത് ആ മൊമെന്റിൽ അവിടെ ഇല്ലായിരുന്നു ഓർത്ത് നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട. ഉള്ള കാലം നന്നായിട്ട് നോക്കിയാൽ മതി. മനസ്സിലായില്ലേ? ചിലർ അത് വലിയൊരു കാര്യമാണ്. തീർച്ചയായിട്ടും അവർ പോകുന്ന സമയത്ത് നമ്മൾ കൂടെ ഉണ്ടെങ്കിൽ, പക്ഷെ പക്വത വന്നിട്ടില്ലാത്തൊരു മനസ്സാണെങ്കിലും, പക്വത വന്നിട്ടുള്ള മനസ്സാണെങ്കിൽ
നമ്മളെയൊക്കെ കണ്ടോണ്ട് ആ ശരീരം വെടിയുമ്പോൾ എത്ര തീവ്രമായിട്ടുള്ള വേദനയോടുകൂടിയാണ് ശരീരം വെടിയുക, അല്ലേ? പുത്രൻ ജലമൊക്കെ ഒഴിച്ചു കൊടുക്കണം, തീർച്ചയായിട്ടും അതെല്ലാം നമ്മൾ ചെയ്യണം. പക്ഷേ മനഃപൂർവ്വം അല്ലാത്ത കാരണം കൊണ്ട് ആ സമയത്ത് അടുത്ത് നിൽക്കാൻ സാധിച്ചില്ല എങ്കിൽ വിഷമിക്കേണ്ട. ജീവിച്ചിരിക്കുമ്പോൾ അവരെ നല്ല രീതിയിൽ നോക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ധർമ്മം എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ എന്താണെന്ന് വെച്ചാൽ ബാബ എന്നിട്ട് പറഞ്ഞു എല്ലാവരോടും നാമം ജപിക്കുക. മരിക്കുന്ന സമയത്ത് മരിക്കുന്നയാൾ വേറെ ഒരു ശബ്ദവും കേൾക്കാൻ പാടില്ല, നാമജപത്തിന്റെ ശബ്ദം അല്ലാതെ. അതുകൊണ്ട് തന്നെ നമ്മൾ ആ സമയത്ത് എന്ത് ചെയ്യണം? നാമം ജപിച്ചുകൊണ്ടിരിക്കുക. ഇപ്പൊ എൻ്റെ അച്ഛൻ ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല, 86 വയസ്സാണ്, വളരെ പെട്ടെന്നാണ് മരിച്ചത്. അപ്പൊ അദ്ദേഹം ഞങ്ങളിങ്ങനെ ഷിഫ്റ്റാണ്, പല സമയം ഞാനായിരിക്കും, സന്ധ്യക്ക് രാത്രിയാകുമ്പോൾ ആളുകൾ എൻ്റെ ബ്രദർ ആയിരിക്കും, അങ്ങനെയാണ്. അപ്പോൾ 7:30 മണിക്ക് എൻ്റെ ബ്രദർ എല്ലാ ദിവസവും ശ്രീരുദ്രം ചൊല്ലുന്നതാണ്, ചെന്നൈയിൽ നിന്ന് വന്നതാണ്. അപ്പൊ വൈകിട്ട് സന്ധ്യയപ്പോൾ അച്ഛൻ്റെ അടുക്കൽ ഹോസ്പിറ്റലിൽ അവിടെ ഡിസ്ചാർജും പറഞ്ഞു, അതറിയാം, ഡിസ്ചാർജും പറഞ്ഞതാണ്. അപ്പൊ ഓം നമഃ ശിവായ ഞാൻ മൊബൈലിൽ ഇട്ട് കൊടുത്ത് സന്ധ്യയായപ്പോൾ അദ്ദേഹം ശ്രീരുദ്രം ചൊല്ലിച്ചു. ഇപ്പൊ ശ്രീരുദ്രം മുഴുവൻ തലയാക്കിയെന്ന് കേട്ടു. എൻ്റെ അന്നത്തെ ഇപ്പൊ മനോരമയിൽ എൻ്റെ രാമായണ സീരീസും പോകുന്നുണ്ട്, എൻ്റെ അന്നത്തെ പ്രഭാഷണവും കേട്ടു ഇരുന്ന്. പെട്ടെന്ന് സൈഡിലേക്ക് ചെരിയുകയാണ് ഉണ്ടായത്. അപ്പൊ ആ തൊട്ട് മുമ്പ് പോലും ആ ശ്രീരുദ്രം കേട്ടുകൊണ്ടാണ് പോയത്. അച്ഛൻ അത്രമാത്രം സത്കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണെന്ന് ഇപ്പൊ നമുക്ക് മനസ്സിലായി. പക്ഷേ ഈ മരണശേഷം നമ്മൾ ആ ഗൃഹത്തില് രാമായണം വെക്കുന്ന ആർക്ക് വേണ്ടിയിട്ടാണ്? അവിടെ വരുന്നവരുടെ മനസ്സമാധാനത്തിന് വേണ്ടിയിട്ടാണ്, നമ്മളുടെ ശാന്തിക്ക് വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മൾ അവിടെ രാമായണം വെക്കുന്നത്. അപ്പൊ ഇവിടെ കസ്തൂരി അവർക്കൽ ശരീരം കഴിഞ്ഞു കഴിയുമ്പോൾ ബാബ പറഞ്ഞു സംസ്കാരം നമുക്ക് അടുത്ത ദിവസമാക്കാം, ഇന്ന് ഈ മുറി പൂട്ടിയിടുക എന്ന് പറഞ്ഞു. അപ്പൊ ഈ കസ്തൂരിയെ നോക്കിക്കൊണ്ടിരുന്ന ഒരു ലേഡി ഡോക്ടറുണ്ട്. അവർക്ക് ആകെ വിഷമം. സാധാരണ നമ്മള് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ രാത്രി ആ ശരീരം എങ്ങനെ തന്നെ കിടക്കുക വീട്ടില് എന്നുള്ളത് കുറച്ചൊരു മോശമായിരിക്കും, ഇരിക്കുമല്ലോ. ബാബ പറഞ്ഞു അതൊന്നും കുഴപ്പമൊന്നുമില്ല, പൂട്ടിക്കൊള്ളാൻ പറഞ്ഞു. രാവിലെ വന്ന് ഈ ലേഡി ഡോക്ടർ തുറന്നു നോക്കുമ്പോൾ വളരെയധികം പ്രകാശമാണ് ഈ റൂമില്, അതുപോലെ വളരെ സുഗന്ധം. സാധാരണ ഈ ഒരു മുറിയിലെ മണം എന്തായിരിക്കും, അല്ലെ? വളരെയധികം സുഗന്ധം, പരിമളം, നല്ല അന്തരീക്ഷം. അപ്പൊ ബാബ അന്ന് പറഞ്ഞു പോയതൊരു പുണ്യാത്മാവാണ്, ഉയർന്ന ലോകങ്ങളിലേക്കാണ് പോയത്. അതുകൊണ്ട് കസ്തൂരിയുടെ ശരീരം തിളങ്ങുന്നത് പോലെ, ആ ദേവന്മാരുടെ സ്പർശനം ലഭിച്ചതുകൊണ്ട് തിളങ്ങുന്നത് പോലെ കിടന്നു. അവസാനം ഭഗവത് നാമം കേട്ടിട്ടാണ് പോയത്. ഇതെല്ലാ കാലവും സംഭവിക്കും, നമ്മളുടെ മുന്നിലും നമ്മളുടെ ജീവിതത്തിലും നമ്മുടെ ആൾക്കാരുടെ ഇടയിലും സംഭവിക്കും. ഇത് തന്നെ പിന്നീടും ആ രാമായണത്തിൽ ഓരോരുത്തർ ശരീരം വെടിയുന്ന ഭാഗത്ത് പറയുന്നത്. ഇവിടെ നമ്മളൊന്ന് ആലോചിക്കും, ആ ലക്ഷ്മണൻ മനുഷ്യരാരും കാണാതെ ഇന്ദ്രൻ വന്ന് ലക്ഷ്മണന്റെ ആ ശരീരത്തെ, ലക്ഷ്മണനെ കൈപിടിച്ച് തിളങ്ങുന്ന ശരീരം സഞ്ചരിച്ചു. വെറുതെ എഴുതിപ്പോയിരിക്കുക, നമ്മളാണെങ്കിൽ ഇങ്ങനെ വായിച്ചു വിടും, അല്ലേ? തിളങ്ങുന്ന ശരീരം ഒക്കെ ചുമ്മാ ഒരു ഭംഗിക്ക് എഴുതിയിരിക്കുന്നതായിരിക്കും. നമുക്ക് കേൾക്കുമ്പോൾ ഒരു മനസ്സുഖം ഉണ്ടാകാൻ വേണ്ടിയിട്ട്. പിന്നെ കവിതയൊക്കെ കൃതികളൊക്കെ ആകുമ്പോൾ ഒന്ന് പൊലിപ്പിക്കില്ലേ, അതിന് വേണ്ടിയിട്ട് എഴുതിയിരിക്കുന്നതാണെന്ന് വിചാരിക്കും. പക്ഷെ ഈ ഒരു വരിക്ക് നമുക്ക് കൊടുക്കേണ്ടി വരുന്ന വ്യാഖ്യാനത്തിന്റെ വലുപ്പമാണ് ഞാനിവിടെ പറയുന്നത്. അത്രമാത്രം ആഴത്തില് രാമായണത്തിലെ ഓരോ വരികളും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇനി മറ്റൊരു കാര്യം, ശ്രീരാമൻ ധർമ്മത്തിന് വേണ്ടി നിലകൊണ്ടവനാണ്. സീതയെ ഉപേക്ഷിച്ചാലും ലക്ഷ്മണനെ ഉപേക്ഷിച്ചാലും ഞാൻ ധർമ്മത്തെ ഉപേക്ഷിക്കില്ല എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവസാന സമയം വരെ ശ്രീരാമന്റെ കയ്യിൽ അമ്പും വില്ലും ഉണ്ടായി. എവിടെയെങ്കിലും വിഗ്രഹ പ്രതിഷ്ഠയിൽ ശ്രീരാമൻ അമ്പും വില്ലില്ലാതെ കാണാൻ പറ്റും, അല്ലേ? നമുക്കാണെങ്കിൽ കൈ കഴിക്കും. പക്ഷെ നമ്മൾ നോക്കുമ്പോഴോ സീത പലയിടത്തും പറയുന്നുണ്ട്, കാട്ടിലൊക്കെ പോകുമ്പോൾ നമ്മൾ ഈ കാട്ടിൽ ജീവിക്കാൻ വന്നതല്ലേ, ഋഷിമാരെ പോലെ ജലയൊക്കെ കെട്ടി ഈ അമ്പും വില്ലും എന്തിനാണ്? ശ്രീരാമൻ കൃത്യമായിട്ട് പറയുന്നത് ക്ഷത്രിയനാണ്, ഈശ്വരന്മാരെ സംരക്ഷിക്കണം എന്നല്ല. എന്നാൽ ശ്രീരാമൻ അമ്പും വില്ലും ഇല്ലാതെ കാണപ്പെടുന്ന ഒരേ ഒരു രംഗം നമുക്ക് വാൽമീകി രാമായണത്തിൽ കാണാൻ സാധിക്കും. അത് ഈ ഉത്തരകാണ്ഡത്തിലാണ് കാണാൻ സാധിക്കുക. അതെവിടെയാണെന്ന് വെച്ചാൽ
ശ്രീരാമൻ ശരീരം ത്യജിക്കാനായിട്ട് സരയൂ നദിയിലേക്ക് പോകുന്ന രംഗമാണ്. സരയൂ നദിയിലേക്ക് ശരീരം ത്യജിക്കാൻ പോകുമ്പോൾ എന്തിനാ അമ്പും വില്ലും അതിന്റെ ആവശ്യമുണ്ടോ? ആ സമയത്താണ് അമ്പും വില്ലും മാറ്റി വെച്ചിട്ട് കുശപ്പുല്ല്, ദർഭപുല്ലില്ലേ, അത് പിടിച്ചുകൊണ്ട് ഒറ്റ വസ്ത്രം കൊടുത്തുകൊണ്ടാണ് പോവുക. അപ്പൊ ആ രംഗം വർണ്ണിക്കുന്നുണ്ട്. ശ്രീരാമൻ സരയൂരിലേക്ക് ശരീരം വെടിയാനായിട്ട് പോവുകയാണ് എന്ന് തീർച്ചപ്പെടുത്തിയപ്പോൾ പിന്നെ ഭരതന്റെ ശത്രുഘ്നൻ പറഞ്ഞു, പിന്നെ ഞങ്ങൾ എന്തിനാ വെടിയിരിക്കുന്നത്? എല്ലാവരും അവരവരുടെ മക്കൾക്ക് രാജ്യമെല്ലാം കൊടുത്തിട്ട് അവിടെയുള്ള അയോധ്യാവാസികളും കൊട്ടാരത്തിലുള്ളവരെല്ലാം ശ്രീരാമന്റെ കൂടെ പോകുന്നുണ്ട്, വാനരന്മാർ ഉൾപ്പെടെ. ഇവർക്കൊക്കെ അറിയില്ലേ ഇവര് ശരീരം വെടിയാൻ പോവുകയാണെന്ന്? എന്ത് കാറി കൂടി ബഹളം വെച്ച് ആഹ്ലാദത്തോടു കൂടിയാ പോകുന്നതെന്നറിയോ? വാനരന്മാരൊക്കെ കാരണം കുത്തി മറിഞ്ഞിട്ടാണ് പോകുന്നത്. അവർക്കറിയാം ഈ യുദ്ധത്തിലൊക്കെ പങ്കെടുത്തല്ലേ, ഇവിടെ ഇല്ലാത്തവരാണോ? വാൽമീകി രാമായണത്തിൽ പറയുന്നുണ്ട് സമ്മോഹത്തോടെ മാത്രം ആമോദരായിട്ടാണ് പോകുന്നത്. അതെന്താണ് അവരങ്ങനെ പോകുന്നത്? കാരണം എവിടെയാണ്? ഭഗവാന്റെ കൂടെ നിന്നാൽ എന്നും ആനന്ദം മാത്രം. ശ്രീരാമൻ തന്നെയാണ് ആനന്ദം, അല്ലെ? ഭഗവാന്റെ കൂടെ നിൽക്കുമ്പോൾ അതേത് സാഹചര്യമാണെങ്കിലും അവിടെ എന്ത് മാത്രമേ തോന്നൂ? ആനന്ദം മാത്രമേ തോന്നൂ. പിന്നെ എന്തിനാ പേടിക്കുന്നത്? ഭഗവാൻ കൂടെ പിന്നെ പേടിക്കേണ്ട ആവശ്യമുണ്ടോ? അല്ലെ? പിടിച്ചിരിക്കുന്ന പുളിങ്ങുമ്പാണ്. പുളിങ്ങുമ്പിൽ പിടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പേടിക്കേണ്ട ആവശ്യമുണ്ടോ? അതുകൊണ്ട് ഇതൊരു ആത്മഹത്യയായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. കർത്തവ്യങ്ങളെല്ലാം ഒടുങ്ങി സ്വയം അവര് ശരീരം വെടിഞ്ഞതാണ്. ആ സമയത്ത് ബ്രഹ്മദേവന്റെ ദേവന്മാരെല്ലാം വന്ന് അന്തരീക്ഷത്തിൽ വന്ന് നിൽക്കുന്നുണ്ട്. അപ്പൊ ബ്രഹ്മദേവൻ ശ്രീരാമനോട് പറയുന്നുണ്ട്, അങ്ങ് ഇഷ്ടമുള്ള രൂപം സ്വീകരിച്ചോളൂ, അടുത്ത ലോകത്തിലേക്ക് വരാൻ. വിഷ്ണുവിന്റെ രൂപം സ്വീകരിക്കുന്നു. കാരണം വിഷ്ണുവിന്റെ അവതാരമല്ല. ഓരോരുത്തർക്കും കർമ്മഫലങ്ങൾ അനുസരിച്ച് അതാത് ലോകത്തേക്ക് പോവാണ്. സുഗ്രീവൻ സൂര്യപുത്രനല്ലേ, സൂര്യമണ്ഡലത്തിലേക്ക് പോകുന്നു. ഓരോരുത്തരും ഓരോ ലോകത്തിലേക്ക് പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഇവിടെ ശ്രീരാമൻ ഈ കുശപ്പുല്ല് പിടിച്ചുകൊണ്ട് കൃത്യമായിട്ട് പോകും. എന്തിനാണ് ഈ കുശപ്പുല്ല് പിടിച്ചിരിക്കുന്നത്? നമ്മളറിയാം, മരിച്ചു കഴിഞ്ഞാൽ നമ്മളെ എന്തിനാ കിടത്തുക? പണ്ട് കാലത്ത് വളരെ ദർഭയുടെ വളരെ വലിയ പാ പോലെയുള്ള ഒരു ഇതിലാണ് കിടത്തുക, അല്ലെ? ഈ ദർഭയ്ക്ക് ചില പ്രത്യേകതകളുണ്ട്. ദർഭ വിത്ത് വെതറി ഉണ്ടാകുന്ന ഒരു സാധനമല്ല, തന്നെ ഉണ്ടാകുന്നതാണ്. അതിന്റെ ജനനം എങ്ങനെയാണെന്ന് അറിയത്തില്ല, മരണവും അറിയില്ല. അപ്പൊ അത് ആദ്യം ഒന്നും ഇല്ലാത്തൊരു സാധനം. നമ്മുടെ ജന്മം ഇതുപോലെ തന്നെയല്ലേ? ശരിക്കും പറഞ്ഞാൽ ഇത് എങ്ങനെ സംഭവിക്കുന്നു ഇതൊന്നും നമുക്ക് എവിടെ വന്ന് പറക്കുന്നു ഒന്നും നമുക്കറിയില്ല. അപ്പൊ ദർഭം എന്ന് പറയുന്നത് ഈ വിതറിയിട്ടുണ്ടാകുന്നതല്ല. മാത്രമല്ല ഇത് ആയുധമായിട്ട്, അല്ലെ, വല്ലവനും പുല്ലും ആയുധം എന്ന് പറയുന്നത് പോലെ പുരുഷം ആയുധമായിട്ട് ഉപയോഗിക്കാം. ഏറ്റവും കൂടുതൽ ശുദ്ധീകരണത്തിന് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. അപ്പൊ നമ്മള് ഗ്രഹണമൊക്കെ വരുമ്പോൾ അറിയാം, നമുക്ക് വീട്ടിലിരിക്കുന്ന പാലൊന്നും മുഴുവൻ കളയാൻ പറ്റില്ല. ഗ്രഹണം കഴിഞ്ഞാൽ ഗ്രഹണത്തിന് മുമ്പുള്ള ആഹാരവസ്തുക്കളൊന്നും ഉപയോഗിക്കരുത് പറയും. കാരണം ഗ്രഹണത്തിലൂടെ അന്തരീക്ഷത്തിൽ ധാരാളം മലിനമായിട്ടുള്ള വിഷാംശം വരും. എല്ലാത്തിനും ദർഭപുല്ല് ഇട്ട് വയ്ക്കും. ദർഭപുല്ലുണ്ടെങ്കിൽ ഇതിലേക്ക് വിഷാംശം കടക്കില്ല. അപ്പൊ അത് മാത്രമല്ല, ദർഭയ്ക്ക് പരിശുദ്ധമാക്കാനുള്ള കഴിവ് വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് കലശത്തിലുമെല്ലാം നമ്മുടെ ആചാര്യന്മാർക്ക് ഈ ഓരോ ചെടികളുടെയും ആ ശാസ്ത്രീയമായിട്ടുള്ള വശം അറിയാമായിരുന്നു. ഇതിന്റെ രസകരമായിട്ടുള്ള ഒരു രംഗം നമുക്ക് രാമായണത്തിൽ അതിന് മുമ്പ് കാണാൻ പറ്റും. സുഗ്രീവൻ വാനരന്മാരെ എല്ലാം 4 കാറ്റഗറി ആയിട്ട് തിരിച്ച് 4 ദിക്കിലേക്ക് അയക്കുന്നില്ലേ? 4 ദിക്കിലേക്ക് അയക്കുന്നുണ്ട്. അതിൽ ഒരു കൂട്ടര് തെക്കോട്ട് പോയവര് നടന്നു എത്തിയപ്പോൾ സമുദ്രമായി. ഇനി എങ്ങോട്ട് പോകാൻ സാധിക്കുന്നില്ല, ഈ സമുദ്രം കടക്കാനും പറ്റില്ല. തിരിച്ചങ്ങോട്ട് ചെന്നാൽ സുഗ്രീവൻ വെച്ചേക്കില്ല. സുഗ്രീവൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് സീതയെ കണ്ടുപിടിക്കാതെ വരണ്ടാണ്. ഇവരെന്ത് ചെയ്തു എന്നറിയാവോ? ഇവരെല്ലാം ഗർഭപുല്ല് വിരിച്ചിട്ട് അവിടെ നിന്ന് കിടക്കാൻ തുടങ്ങി. കാരണം എന്താണ്? ഇനി മരിക്കാതെ വഴിയുള്ളൂ, ആഹാരം എല്ലാം ഉപേക്ഷിച്ച് കിടന്നു. പക്ഷെ ഇവര് മരിച്ചു പോയാൽ ഇവരുടെ അടിയിലെ ഗർഭപുല്ല് വിരിക്കാൻ ആരും ഇല്ലല്ലോ. അതുകൊണ്ട് ഇവരെന്ത് ഇതിൽ തന്നെ ഗർഭപുല്ലെല്ലാം വിരിച്ചിട്ട് അതിന്റെ മുകളിൽ കയറി അങ്ങനെ കിടന്നു. അപ്പൊ മരിച്ചു കഴിയുമ്പോൾ ഗർഭപുല്ലിന്റെ മുകളിൽ കിടന്നത് പോലെ ആകുമല്ലോ. ഇതുപോലെ ഒരു രംഗം രാമായണത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ ശ്രീരാമൻ എന്ത് ചെയ്തു എന്ന് വെച്ചാല് ഈ ഗർഭപുല്ലും പിടിച്ചുകൊണ്ടാണ് പോകുന്നത്. ഇതൊക്കെ ഇന്നും നമുക്ക് തെളിവുകളായിട്ട് ധാരാളം കാണാൻ സാധിക്കും. അയോധ്യയിലൊക്കെ പോയാൽ അവിടെ ഈ സരയൂർ നദിക്ക് പല കടവുകളുണ്ടല്ലോ, വളരെ വലുതല്ലേ സരയൂർ. പല കടവുകളുണ്ട്, ഘാട്ടുകൾ എന്ന് പറയും. അവിടെ ഗുപ്താർ ഘാട്ട് എന്ന് പറയുന്ന ഒരു ഘാട്ടുണ്ട്. അതിന്റെ പേര് ഗുപ്താർ ഘാട്ട്
പറഞ്ഞതിന് കാരണം ശ്രീരാമൻ ഗുപ്തമായി പോയ സ്ഥലം, അതാണ് ഗുപ്താർഘാട്ട്. ഗോപ്രതാരം എന്ന് പറയുന്ന ഒരു പേരും കൂടെ ഉണ്ട്, ഗോപ്രതാരം. ഇത് സ്കന്ദപുരാണത്തിലുമുണ്ട്, വാൽമീകി രാമായണത്തിലുമുണ്ട്. ശ്രീരാമൻ വിദർഭപുല്ലുമായിട്ട് ഇറങ്ങുന്ന ആ കടലിന്റെ ചോട്ടില് വളരെ പൗരാണികമായിട്ടുള്ള ഒരു ക്ഷേത്രമുണ്ട്. ഭാരതത്തിലെന്നല്ല, ലോകത്തില് ഈ ക്ഷേത്രത്തിന് മാത്രമാണ് ശ്രീരാമന്റെ കയ്യില് അമ്പും വില്ലും ഇല്ലാത്തത്. ഞാൻ ആ ക്ഷേത്രത്തിൽ പോയി തൊഴുതിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. വളരെ പൗരാണികമായിട്ടുള്ള ഒരു ക്ഷേത്രമാണ്. അവിടെ മാത്രം, കാരണം എന്താണ്, അവിടെ മാത്രമാണ് ശ്രീരാമൻ കുശപ്പുല്ലുമായിട്ട് പോയത്. പക്ഷെ അവിടെ എല്ലാ ദിവസവും കുശപ്പുല്ല് വെക്കില്ല, വിഗ്രഹത്തിന് താമരപ്പൂ വയ്ക്കും. ശ്രീരാമനവമിക്ക് മാത്രം ഈ കുശപ്പുല്ല് അതില് വെക്കും. അപ്പൊ ഈ കുശം കൊണ്ടുപോകുന്നത് എന്തിനാ, ഇതിന്റെയൊക്കെ പ്രാധാന്യം എന്ത്, ഇതെല്ലാം നമ്മുടെ രാമായണത്തിൽ നോക്കിയാൽ ആഴത്തിൽ നമുക്ക് ഓരോ രംഗങ്ങളായിട്ട് നമുക്ക് ഇതിൽ കാണാൻ സാധിക്കും. അപ്പോൾ ഉത്തരകാണ്ഡം കൂടുതലായിട്ട് മനസ്സിലാക്കിയാൽ നമുക്ക് മുമ്പ് നമ്മൾ കാണുന്ന പലതിനുമുള്ള മറുപടി നമുക്ക് ലഭിക്കും. ഇനി ഉത്തരകാണ്ഡം മാത്രമല്ല, രാമായണം എന്ന് പറഞ്ഞാല് നമുക്ക് പ്രായോഗികമായിട്ടുള്ള ഒരു പഠനമാണ്, യാതൊരു സംശയവും വേണ്ട. ഈ ആനുകാലികമായിട്ടുള്ള നമ്മുടെ ജീവിതത്തിൽ രാമായണം നമ്മളെ എങ്ങനെ സ്വാധീനിക്കുന്നു, ഇതിന് വല്ല പ്രയോജനമുണ്ടോ? നാട്ടിലെ കുട്ടികളും ഒക്കെ ഇരുന്ന് എഴുതിയവര് പറയുന്നതിന് ഇന്ന് ഓഗസ്റ്റ് 10 ഈ 10-ാം തീയതി ഇതിന് പ്രാധാന്യമുണ്ടോ എന്ന് നമുക്കൊന്ന് നോക്കിയാലോ, അല്ലേ? കാരണം ഇത് ത്രേതായുഗത്തിൽ എഴുതിയതാണ്. ഓഗസ്റ്റ് 10 ഇതിന് എത്ര പ്രാധാന്യം ഉണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ ഉദാഹരണം എടുക്കുന്നത് ഏറ്റവും അവസാനമായിട്ടുള്ള യുദ്ധകാണ്ഡത്തില് കുംഭകർണന്റെ നീതിവാക്യം എന്ന് പറയുന്ന ഒരു രംഗമാണ്. കിളിപ്പാട്ട് രാമായണത്തിൽ ഈ ഒരു ഹെഡിങ്ങോട് കൂടിയാണ്, അതായത് നീതിവാക്യത്തിനായിട്ടുള്ള കുംഭകർണന്റെ നീതിവാക്യം. ഇതിൽ കുറച്ച് ഭാഗം ഞാൻ കിളിപ്പാട്ട് രാമായണം പറയാം, ബാക്കി അധ്യാത്മ രാമായണം പറയാം. കുംഭകർണനും രാവണനും തമ്മിലുള്ള സംവാദമാണ്. വളരെ വലിയ രാജനീതി, രാഷ്ട്രതന്ത്രമാണ് ഇവിടെ പറയുന്നത്. ഇത് ഇപ്പോഴത്തെ സന്ദർഭത്തിൽ അമേരിക്കയിലെ ബലം പിടിക്കൽ വരുന്നു, നമ്മുടെ റഷ്യയോടും കൂടി കൂട്ടുകൂടാൻ പോകുന്നു, ചൈനയോടും കൂടി കൂട്ടാൻ പോകുന്നു. ഇതെല്ലാം വായിച്ചാൽ കൃത്യമായിട്ട് ഇന്നത്തെ സിനാരിയോ ആണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അതൊന്നും പറയാം, എൻ്റെ മൊബൈൽ ഉണ്ടല്ലോ. ഓരോ വരികൾ